അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ, തെങ്കര തുടങ്ങിയ പട്ടികവർഗ മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വനംവകുപ്പിന് കീഴിലുള്ള വിവിധ തസ്തികകളിലെ ഒഴിവുകൾ ഉടനടി നികത്തണമെന്നും ഈ നിയമനങ്ങളിൽ പ്രാദേശിക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന പട്ടിക വിഭാഗക്കാർ വനത്തിനുള്ളിൽ നേരിടുന്ന സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീതിയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ഫോറസ്റ്റുകാരുടെ ഒരു സംരക്ഷണം കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവര് വിഷയം വരുമ്പോൾ മാത്രമല്ല ഒരു രാത്രികാല പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും പിന്നെ അവിടെ ചെയ്ത് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പ്രദേശത്തുള്ള ഒരു മേഖലയാണുള്ളത്. അപ്പൊ അവിടെ നമുക്ക് സായ സ്ഥലങ്ങളിലൊക്കെ ഒരു കൂടി വെച്ചുകൊണ്ട് പുല്ലുപിടിക്കുന്ന സംവിധാനം. അപ്പൊ കാരാപ്പാടം പ്രദേശത്തൊക്കെ അന്ന് കൂടി ഞാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴാണ് 2 പ്രാവശ്യം നമ്മള് കൂട് വെച്ച് നമ്മൾ പുല്ല് പിടിച്ച് നമ്മുടെ പറമ്പിക്കുളം വേറെ കൊണ്ടേ വിട്ടു. അതിന്റെ കൂടെ പോയ ഒരാളുകൂടിയാണ്. അപ്പൊ അങ്ങനെ ആ പ്രദേശത്ത് നമ്മളിങ്ങനെ കൂട് വെക്കുകയാണെങ്കിൽ പിന്നെ ആനമൂടി പ്രദേശത്ത് നമുക്കറിയാം, നമ്മുടെ ആ പ്രദേശത്തൊക്കെ പല ഘട്ടങ്ങളായി കണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കൂട് വെക്കാനുള്ള സംവിധാനം കൂടി ഇതിന്റെ കൂടെ വെക്കണം എന്നാണ് നമ്മൾ ഒരാവശ്യമായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മളെ ഈ പട്ടികവർഗ മേഖലയിലുള്ള കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. നമുക്ക് ഈ വാച്ചറായുള്ള കുറച്ച് കിട്ടിയ ആൾക്കാർക്ക് 2 മാസം കിട്ടും, 3 മാസം കിട്ടും. അത് നമ്മൾ ബന്ധപ്പെട്ട വനവകുപ്പ് മിനിസ്റ്റർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ടാകും. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ആ സ്ഥിര നിയമനം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും. ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജനാമ്പാടത്ത്, വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ വടശ്ശേരി, വേലു അലനല്ലൂർ, രാമൻകുട്ടി, ഉണ്ണി, പുഷ്പലത, ബാസിത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെതിരെ നിരന്തരമുള്ള പോരാട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്കറിയാം, അലനല്ലൂർ, കോട്ടപ്പാടം പ്രദേശങ്ങളിൽ, നമ്മുടെ കരടിയോട്, പുൽക്കലിയോട്, തൊടുകാട് പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുലിയെ കാണുകയും അവിടെ കൂടി വെച്ച് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ കാലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പുലിയുടെ സാന്നിധ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ആ പ്രദേശത്ത് ഒരു കൂടി വെച്ചുകൊണ്ട് പുലിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, വനപ്രദേശത്തോട് താമസിക്കുന്ന ഈ വിഭാഗക്കാർ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളിലാണ്. നമുക്കറിയാം, വലിയ ഉദ്യോഗാർത്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ വാച്ചർ പോലുള്ള തസ്തികളിൽ ഇവിടെ ഇത്തരം ആൾക്കാരെ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ വിളിച്ചുകൊണ്ട് അവർക്ക് സ്ഥിര നിയമനം നടത്തണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ നമുക്കറിയാം, വന ഉൾപ്രദേശങ്ങളിൽ പോയി കാട്ടുമരുന്നുകളും അതുപോലെ തേനുകളൊക്കെ സംരക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉപജീവന മാർഗം ഇന്ന് നിലച്ചിരിക്കുകയാണ്. അതും വനംവകുപ്പ് കൃത്യമായി അതിന്റെ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് കൃത്യമായി അവർക്ക് അതിനുള്ള സംരക്ഷണം നൽകുകയും വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇളവുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെടാനുള്ള. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ വന്യജീവികളുടെയും ആനകളും ഒക്കെ ശല്യമുണ്ട്. അടിയന്തരമായി ഇതിന് പരിഹാര മാർഗം കാണണം. നമ്മുടെ ഈ വനമേഖല താമസിക്കുന്നവർ സംരക്ഷണം കൊടുക്കണം. ഇനിയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം അതിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സമര പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉന്നതികളിലുള്ള മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമര പ്രക്ഷോഭങ്ങളിലേക്ക് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പോകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. CCN മണ്ണാർക്കാട്.